സ്വാതന്ത്ര്യദിനത്തിൽ ഒരു വമ്പൻ പ്രഖ്യാപനം ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിട്ടുള്ള നരേന്ദ്രമോദി നടത്തിയിരിക്കുകയാണ്. അതായത് ദീപാവലിക്ക് GSTയിൽ വലിയൊരു സർപ്രൈസ് ഉണ്ടെന്നാണ് നരേന്ദ്രമോദി പറയുന്നത്. അമിത്ഷായും ഈ കാര്യത്തിൽ ഇടപെട്ടിട്ടുണ്ട്. ട്രംപിനും പാകിസ്ഥാനും കനത്ത മറുപടി നൽകുന്നതാണ് നരേന്ദ്രമോദിയുടെ നീക്കം എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. ദീപാവലിയോടെ GSTയിൽ വൻ പരിഷ്കാരം നടപ്പിലാക്കുമെന്നും നിത്യോപയോഗ സാധനങ്ങളുടെ നികുതി ഭാരം വെട്ടിക്കുറയ്ക്കുമെന്നുമാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറയുന്നത്. ചെങ്കോട്ടയിൽ സ്വാതന്ത്ര്യദിന പ്രസംഗത്തിലാണ് ഇക്കാര്യം അദ്ദേഹം സൂചിപ്പിച്ചത്. സാധാരണക്കാരും സൂക്ഷ്മ ചെറുകിട ഇടത്തരം സംരംഭകരും നേരിടുന്ന നികുതി ബാധ്യതകൾ കുറയ്ക്കും. വലിയ സർപ്രൈസാണ് ദീപാവലി ആഘോഷവേളയിൽ കാത്തിരിക്കുന്നത് എന്നുള്ള വലിയ സൂചനയാണ് അദ്ദേഹം നൽകിയത്. സെപ്റ്റംബർ 9 ധനമന്ത്രി നിർമ്മല സീതാരാമന്റെ അധ്യക്ഷതയിൽ GST കൗൺസിലിന്റെ യോഗം നടക്കുന്നത്. നിലവിൽ 15%, 12%, 18%, 28% എന്നീ നികുതി സ്ലാബുകളാണ് GSTയിലുള്ളത്. ഇതിൽ 12% സ്ലാബ് ഒഴിവാക്കാൻ നേരത്തെ PM-ന്റെ ഓഫീസ് പച്ചക്കൊടി വീശിയിരുന്നു. പ്രതിപക്ഷ പാർട്ടികൾ ഭരിക്കുന്ന സംസ്ഥാനങ്ങളുമായി ആഭ്യന്തരമന്ത്രി അമിത്ഷായും ഇക്കാര്യത്തിൽ ചർച്ച നടത്തി വരികയാണ്. വിഷയത്തിന് രാഷ്ട്രീയ പ്രാധാന്യമുള്ളതിനാലാണ് ധനകാര്യം മന്ത്രാലയത്തെ മറികടന്ന് അമിത്ഷാ തന്നെ നേരിട്ട് ഈ ചർച്ചകളിലേക്ക് കടന്നിരിക്കുന്നത് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായിരുന്നാലും ഇക്കാര്യം നിലവിൽ ഇപ്പോൾ നടപ്പിലാക്കാനുള്ള നീക്കം തുടക്കത്തിൽ നടത്തിയത്, അതിൻ്റെ ഫസ്റ്റ് മൂവ്മെൻറ്റ് നടത്തിയത് ആഭ്യന്തരമന്ത്രി അമിത്ഷായാണ് എന്ന റിപ്പോർട്ടുകൾ പുറത്തു വരുന്ന വിഷയത്തിൽ അമിത്ഷാ നേരിട്ട് ഇടപെട്ടതോടെ GSTയിൽ സമഗ്രമായ പൊളിച്ചുപണി ഉണ്ടായേക്കുമെന്ന സൂചനകൾ നേരത്തെ തന്നെ ഉണ്ടായിരുന്നു. നികുതി ഇളവ് പ്രതീക്ഷിക്കാമെന്ന് മോദി പറഞ്ഞതോടെ ഇക്കാര്യത്തിൽ സ്ഥിരീകരണം കൂടിയാവുകയാണ്. 12% സ്ലാബിലുള്ള നിത്യോപയോഗ വസ്തുക്കളെയും സേവനങ്ങളെയും 5% സ്ലാബിലേക്ക് മാറ്റാനാണ് സാധ്യത. അതോടെ അവയുടെ വിലയും കുറയും. ഇതുവഴി കേന്ദ്രത്തിനും സംസ്ഥാനങ്ങൾക്കും കൂടി 80,000 കോടി രൂപയോളം നഷ്ടമുണ്ടാകുമെന്നുള്ള വിലയിരുത്തലുകളും നിലവിലുണ്ട്. എങ്കിലും സ്ലാബ് പരിഷ്കരണവുമായി മുന്നോട്ട് പോകാനാണ് കേന്ദ്രത്തിൻ്റെ നിലവിലുള്ള നീക്കമെന്നാണ് അറിയാൻ സാധിക്കുന്നത്. 20 ലിറ്ററിൻ്റെ കുടിവെള്ള ബോട്ടിൽ, കണ്ടൻസ്ഡ് മിൽക്ക്, ശീതീകരിച്ച പച്ചക്കറികൾ, ജാം, ഫ്രൂട്ട് ജ്യൂസ്, കറി, പേസ്റ്റ്, ചെരുപ്പ്, കുട, സൈക്കിൾ, പെൻസിൽ, ടൂത്ത് പേസ്റ്റ്, വിമാനയാത്ര, ഡയഗ്നോസ്റ്റിക് കിറ്റുകൾ, ഹോട്ടൽ മുറി വാടക തുടങ്ങിയ ഉൽപ്പന്ന സേവനങ്ങൾക്ക് വില കുറയാനുള്ള സാധ്യതയാണ് നിലവിൽ ഒരുങ്ങുന്നത് എന്നുള്ള റിപ്പോർട്ടും പുറത്തു വരുന്നുണ്ട്. എന്തായാലും എണ്ണയിലും ആത്മനിർഭർ വരുമെന്നാണ് അറിയാൻ സാധിക്കുന്നത്. ഇത് കർഷകർക്ക് വലിയ രീതിയിലുള്ള ഒരു ആശ്വാസമുണ്ടാകും. ഇന്ത്യയുടെ ഇറക്കുമതി ചെലവ് മുന്തിയ പങ്കും ഇപ്പോൾ ഉപയോഗിക്കുന്നത് ക്രൂഡ് ഓയിൽ വാങ്ങാനാണ്. ഇന്ത്യയിൽ തന്നെ ജെറ്റ് എഞ്ചിനുകൾ നിർമ്മിക്കും. സോളാർ പാനലും ഇലക്ട്രിക് വാഹനങ്ങൾക്കുമുള്ള സെമി കണ്ടക്ടർ ഉൾപ്പെടെയുള്ള അസംസ്കൃത വസ്തുക്കളും വിദേശ ആശ്രയത്വമില്ലാതെ ഇവിടെ തന്നെ വികസിപ്പിക്കും. ഡോളറിനെയും പൗണ്ടിനെയും ആശ്രയിക്കുന്നത് കുറയ്ക്കുമെന്ന് തുറന്നടിച്ചിരിക്കുകയാണ് ഇന്ത്യയുടെ സ്വാതന്ത്ര്യദിന പ്രസംഗത്തിൽ നമ്മുടെ പ്രധാനമന്ത്രിയായിട്ടുള്ള നരേന്ദ്രമോദി. എന്തു തന്നെയായിരുന്നാലും വലിയ രീതിയിലുള്ള പ്രഖ്യാപനമാണ്. രാജ്യം ഉറ്റുനോക്കുന്ന, പ്രതീക്ഷയോടെ നോക്കുന്ന ഒരു പ്രഖ്യാപനമാണ് ഇന്നുണ്ടായിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.